I see what he loves about you. You're so perfect. Hope you know that you got everything. I messed up and I'm haunted. And if I'm being honest, I try to make it all stop. Say I'm okay, but I'm not. No, I can't help it. I'm so jealous of you taking that place in his heart. It should be me, but it's not. Wish I could care less, but I'm so jealous of you. Fighting, but no matter what I do, crying while you're lying in his room, trying, but it's hard to hide the truth. I'm jealous, I'm jealous, I'm jealous. ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരള ഇറ്റ്ഫോക്കിനായി നമ്മുടെ തൃശ്ശൂർ ഒരുങ്ങിക്കഴിഞ്ഞു. റീജിയണൽ തിയേറ്റർ സെറ്റായി കഴിഞ്ഞു. ഇപ്രാവശ്യം ഫെബ്രുവരി 23 മുതൽ മാർച്ച് 2 വരെയാണ് ഇറ്റ്ഫോക്ക് നടക്കുന്നത്. 5 ഇന്റർനാഷണൽ പ്ലേസും അതുപോലെ 10 നാഷണൽ പ്ലേസും അടക്കം 15 നാടകങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. കൂടാതെ ഒരുപാട് കലാപരിപാടികൾ വേറെ വരുന്നുണ്ട് കേട്ടോ. നല്ല നല്ല ബാൻഡ്സ്, അതുപോലെ ഡാൻസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് നമ്മുടെ ഓപ്പൺ സ്റ്റേജിൽ. ഈ നാടകങ്ങളൊക്കെ നടക്കുന്നത് ആക്ടർ മുരളി തിയേറ്ററിലും ബ്ലാക്ക് ബോക്സ് തിയേറ്ററിലും അതുപോലെ KT മുഹമ്മദ് തിയേറ്റർ, ഇവിടെ 3 ഇടങ്ങളിലായിട്ടാണ് അരങ്ങേറുന്നത്. ഇനി ഓപ്പൺ സ്റ്റേജിലാണ്, നമ്മുടെ ഫ്രണ്ട് യാർഡിലുള്ള ഓപ്പൺ സ്റ്റേജിലാണ് മറ്റ് പ്രോഗ്രാംസ് ഒക്കെ വരുന്നത്. ഇനോഗ്രേഷൻ വരുന്നത് ഫെബ്രുവരി 23 വൈകിട്ടാണ്. ആക്ടർ നാസറാണ് ഇനോഗ്രേഷൻ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് ഇനി തൃശ്ശൂർക്കാർക്ക് ആഘോഷങ്ങളുടെ ദിവസമാണ്, ഒരു 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം എന്ന് പറയാം. നാടകക്കാലമാണ് തൃശ്ശൂർ. ഇനി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും നാടകങ്ങൾ കാണാനായിട്ട് ആളുകൾ തൃശ്ശൂരിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. ഒരു ആഘോഷ സമയമല്ല ഈ ഒരു പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൃശ്ശൂരക്കാരെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങോട്ട് വന്നാൽ മതി. കാരണം ഇവിടെ രാപ്പകൽ ആഘോഷമാണ്. രാവിലെ 9:30-ക്കാണ് മിക്കവാറും ദിവസങ്ങളിലും രാവിലെ 9:30-ക്ക് ഷോ തുടങ്ങുന്നുണ്ട്. അതുപോലെ രാത്രി ഒരു 9:30 സമയത്തൊക്കെയാണ് ഫ്രണ്ട് യാർഡിലെ പ്രോഗ്രാംസ് വരിക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫുൾ ഡേ ആഘോഷിക്കാനായിട്ട് പറ്റിയൊരു ഇടമാണ് ഇറ്റ്ഫോക്ക് എന്ന് പറയുന്ന ഈ ഒരു സമയം, ഈ ഒരു സ്ഥലം. അപ്പം എന്തായാലും നമുക്ക് ഇറ്റ്ഫോക്ക് ആഘോഷിക്കാം ഈ വരുന്ന ദിവസങ്ങളിൽ, ഫെബ്രുവരി 23 മുതൽ മാർച്ച് 2 വരെ. 15 നാടകങ്ങളാണ് ഇത്തവണ ഇറ്റ്ഫോക്കിലുണ്ടാവുക. അതിൽ 5 വിദേശ നാടകങ്ങളാണ്. ഹംഗറി, റഷ്യ, ഈജിപ്ത്, ഇറാഖ്, ശ്രീലങ്ക, ഇങ്ങനെ 5 വിദേശ നാടകങ്ങളാണ് ഇത്തവണ ഇറ്റ്ഫോക്കിലുള്ളത്. മലയാളത്തിൽ നിന്നുള്ള 3 നാടകങ്ങളടക്കം ഇന്ത്യയിൽ നിന്നാകെ 10 നാടകങ്ങൾ. ഇങ്ങനെ മൊത്തം 15 നാടകങ്ങൾ 8 ദിവസങ്ങളിലായി 34 ഷോകളാണ് ഉണ്ടാവുക. ഇതിന് പുറമെ സംഗീത അക്കാദമിയുടെ മുന്നിലുള്ള ഓപ്പൺ പ്ലേസിൽ 8 ദിവസവും അനുബന്ധ പരിപാടികൾ നടക്കും. സംഗീത പരിപാടികളുണ്ട്, ഫോക്ക് പരിപാടികളുണ്ട്. ഇങ്ങനെ ഇറ്റ്ഫോക്കിൻ്റെ ഒരു വർണ്ണാഭ ഒട്ടും കുറയാത്ത വിധത്തിലാണ് ഇത്തവണയും ഇറ്റ്ഫോക്ക് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്, ഇതിൽ പകുതിയോളം വനിതാ സംവിധായികകളുടെ നാടകങ്ങളാണ്. 8 വനിതാ സംവിധായികകൾ നാടകങ്ങൾ സംവിധാനം ചെയ്യുന്നുണ്ട് എന്നാണ് ഇത്തവണത്തെ സവിശേഷത. മറ്റൊന്ന് ഇത്തവണത്തെ നമ്മുടെ പ്രമേയമാണ്. അതിൻ്റെ തീം പ്രതിരോധത്തിൻ്റെ സംസ്കാരങ്ങൾ എന്നാണ്. സംസ്കാരങ്ങൾ ഒരു വ്യാകരണ തെറ്റല്ല, മറിച്ച് രാഷ്ട്രീയമായൊരു ശരിയാണ്. ഇന്ത്യയടക്കം ലോകത്തെല്ലായിടത്തും വലിയൊരു അളവിൽ ഈ സംസ്കാരത്തിൻ്റെ ബഹുത്വങ്ങളെ, അതിൻ്റെ വൈവിധ്യങ്ങളെ മുഴുവൻ തകർത്ത് ഒരു ഏകതാനത സൃഷ്ടിക്കുക, ഏകത്വത്തിൻ്റെ ഏകകം എന്നൊരു നിലയിലേക്ക് അത് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രതിരോധമായിട്ട് ഭൂമിയുടെ നാനാ കോണുകളിൽ നിന്നുള്ള നാടകങ്ങൾ, കല എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യരാശി ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. എന്നാൽ ഈ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ, അതുകൊണ്ടാണ് ഈ വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രതിരോധത്തിൻ്റെ സംസ്കാരങ്ങൾ എന്ന് റെസിസ്റ്റൻസ്
ഓഫ് കൾച്ചേഴ്സ് എന്ന് നാം ഈ ടീമിനെ കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര നാടകോത്സവത്തിൻ്റെ 15ാമത് പതിപ്പ് അതിൻ്റെ സമാപനത്തിനോടടുക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 23-ാം തീയതി ആരംഭിച്ച് ഈ മാർച്ച് 2 വരെ 8 ദിവസങ്ങളിലായിട്ട് 5ഓളം വേദികളിൽ വ്യത്യസ്ത പരിപാടികളായിട്ട് നടന്നു വരികയാണ് ഫെസ്റ്റിവൽ. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇന്ത്യയിലെ മികച്ച ഫെസ്റ്റിവലുകളിലൊന്ന്, ലോകത്ത് തന്നെ അറിയപ്പെടുന്ന എണ്ണപ്പെട്ട ഫെസ്റ്റിവലുകളിലൊന്നായിട്ട് ഇതിനകം അന്താരാഷ്ട്ര നാടകോത്സവം മാറിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി സമീപിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹമാണ്. ആദ്യ എഡിഷൻ മുതൽ ഈ എഡിഷൻ വരെ ഈ ഒരു ഓഡിയൻസ് എംപവർമെൻറ്റ് ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് വളരെയധികം മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട്. വളരെ ക്രിട്ടിക്കലായി നാടകത്തെ, വളരെ സീരിയസ് ആയി നാടകത്തെ സമീപിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഉണ്ടായി വന്നിട്ടുണ്ട് കേരളത്തിൽ എന്നാണ് ഈ അന്താരാഷ്ട്ര നാടകോത്സവത്തിൻ്റെ ഒരു ഇമ്പാക്റ്റായിട്ട് ഞാൻ കാണുന്നത്. ഫെസ്റ്റിവൽ പല വർഷങ്ങളിലും പല രീതിയിലാണ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. സാമ്പത്തികവും സാങ്കേതികവുമായിട്ടുള്ള പല കാരണങ്ങൾ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ചില വർഷങ്ങളിൽ വലിയ ഫെസ്റ്റിവലുകൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ചില വർഷങ്ങളിൽ താരതമ്യേന ചെറിയ ഫെസ്റ്റിവലുകൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഫെസ്റ്റിവലുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സർക്കാരിൻ്റെ അംഗീകാരവും സർക്കാർ അനുവദിക്കുന്ന ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലുമാണ് ഈ ഫെസ്റ്റിവൽ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഫെസ്റ്റിവൽ ഇത്തവണ ഇതിൻ്റെ ഒരു സംഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അവ്യക്തതകൾ നിലനിന്നിരുന്നു. പക്ഷെ എന്നാലും ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാരും സാംസ്കാരിക വകുപ്പും പോവുകയും അതിൻ്റെ ഭാഗമായി ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഇത്തവണത്തെ എഡിഷൻ അത് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള പല പരിമിതികളും ഈ ഫെസ്റ്റിവലിനുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ട് പരമാവധി നല്ല രീതിയിൽ ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. വലിയ ഒരു നാടകങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ ഒരു വലിയ നാടകങ്ങളൊന്നും ഇതിനകത്തില്ലെങ്കിലും 15 നാടകങ്ങൾ വ്യത്യസ്ത സ്വഭാവം സൂക്ഷിക്കുന്ന വ്യത്യസ്ത ജേണലുകളിലുള്ള 15 നാടകങ്ങൾ, അതിൽ 5 വിദേശ നാടകങ്ങളും 10 ഇന്ത്യൻ നാടകങ്ങളും അടങ്ങുന്ന 15 നാടകങ്ങൾ. അതിൽ 1-2 നാടകങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കി ഏതാണ്ട് എല്ലാ നാടകങ്ങളും പ്രേക്ഷകർ വളരെ വളരെ താല്പര്യത്തോടു കൂടി സമീപിക്കുകയും വളരെ നന്നായി ആസ്വദിക്കുകയും ചെയ്യുന്ന നാടകങ്ങളാണ്. ഏതൊരു ഫെസ്റ്റിവലുകളിലും പല ഒരു ബഞ്ച് ഓഫ് പ്രൊഡക്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവതരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതിനകത്ത് ചില നാടകങ്ങൾ പ്രേക്ഷകർ അതിനോട് വിയോജിപ്പുകൾ പ്രകടിപ്പിക്കും. അതിന് വേണ്ടത്ര അതിൻ്റെ ഫെസ്റ്റിവലിൻ്റെ നിലവാരത്തിലേക്ക് എത്തിയില്ല എന്നുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാറൊക്കെയാണ്. അത് എല്ലാ ഫെസ്റ്റിവലുകളിലും ഇതുപോലെ സംഘടിപ്പിക്കുന്ന എല്ലാ മേളകളുടെയും ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത്തവണത്തെ ഫെസ്റ്റിവലിലെ വളരെ മികച്ച നാടകങ്ങൾ, ചില നാടകങ്ങൾ വളരെ മികച്ച രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. വളരെ നല്ല നാടകങ്ങൾ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യുന്ന തരത്തിലുള്ള നാടകങ്ങൾ ഇത്തവണത്തെ ഷെഡ്യൂളിൽ ധാരാളം ഉണ്ടായിട്ടുണ്ട്. മറ്റു പരിപാടികളിലെ മ്യൂസിക് ക്രോസ് ഓവേഴ്സും അതുപോലെ സെമിനാർ, മീറ്റ് ആർട്ടിസ്റ്റ് പോലുള്ള പരിപാടികളിലെല്ലാം നല്ല പങ്കാളിത്തം, നല്ല ഇൻവോൾവ്മെൻറ്റ് പ്രേക്ഷകരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര നാടകോത്സവത്തിൻ്റെ വിജയമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റായിട്ട്, അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഞാൻ കാണുന്നത് പ്രേക്ഷകരുടെ എംപവർമെൻറ്റ് തന്നെയാണ്. അത് തുടരുക തന്നെ വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സംഘാടകൻ എന്നുള്ള നിലയ്ക്ക്, അതിൻ്റെ ചുമതല വഹിക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്കുള്ള എൻ്റെ അഭിപ്രായം. ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ സഹകരണങ്ങൾക്കും പ്രേക്ഷക സമൂഹത്തോടും തിയേറ്റർ കമ്മ്യൂണിറ്റിയോടും അക്കാഡമിയോടും കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിനോടും എല്ലാം നന്ദി പറയുന്നു. ഹലോ തൃശ്ശൂർ, വെൽക്കം ടു ഹലോ റേഡിയോ 90.8. നമ്മളിപ്പോൾ ഉള്ളത് 15ാമത് ഇറ്റ്ഫോക്കിൻ്റെ വെന്യൂലാണ്, റീജിയണൽ തിയേറ്ററിലാണ്. ഇവിടെ ഇപ്പോൾ ചായ്ഗറം പറഞ്ഞൊരു നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. 7:30 ഐറ്റം പറഞ്ഞൊരു നാടകം സ്റ്റാർട്ട് ചെയ്യും. സോ ഇവിടെ എല്ലാവരും നല്ല ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. സോ നമുക്ക് ഇവരോടൊക്കെ പോയിട്ട് ഇറ്റ്ഫോക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ഇപ്പം നമ്മളുള്ളത് 15ാമത് ഇറ്റ്ഫോക്കിൻ്റെ വെന്യൂലാണ്, റീജിയണൽ തിയേറ്റർ ക്യാമ്പസിലാണ്. സോ നമുക്കപ്പോൾ ഒരു മിടുക്കി കുട്ടീനെ നമുക്കപ്പോൾ ഇറ്റ്ഫോക്ക് വിശേഷങ്ങൾ ആളോട് ചോദിക്കാം. എന്താ പേര്? കൃതിക. ഓക്കെ, കൃതിക, ഇറ്റ്ഫോക്കിന് വന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് കുറേ അടിപൊളി നാടകങ്ങൾ കാണാൻ പറ്റുന്നുള്ള വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് ടൈം വരണത്. കഴിഞ്ഞ ഇറ്റ്ഫോക്കിലാണ്. സോ അതിന് മുന്നൊന്നും വരാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര അടിപൊളിയായിരുന്നു. അന്ന് ഓൺലൈൻ ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, എല്ലാം ഓഫ്ലൈനിലാണ്. സോ ഇപ്രാവശ്യം ഒട്ടും മിസ് ചെയ്യരുതെന്ന് വിചാരിച്ച് ഓൺലൈനിൽ എല്ലാ ടിക്കറ്റും എടുത്ത് വന്നേക്കാണ്. ഫുൾ പാസ് ഇൻ ദ സെൻസ് എല്ലാ ടിക്കറ്റും എടുത്തിട്ടുണ്ട്, എല്ലാ ഷോവും എടുത്തിട്ടുണ്ട്. ഐ ആം വെരി ഹാപ്പി. ഈ ഇവിടുത്തെ കോൺസേർട്ടുകളാണെങ്കിലും ശരി,
അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ജേണിയാണ്. അതേസമയം പലപ്പോഴും തോന്നാറുണ്ട് ഇവിടുത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ഒന്ന് കുറയ്ക്കാം എന്നൊക്കെ തോന്നാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനോഗ്രേഷന് വരണ സമയത്ത് ബലൂണൊക്കെ പറത്തലായിരുന്നു. സോ അതൊക്കെ എത്രത്തോളം എൻവയൺമെൻറ്റിന് നല്ലതല്ല എന്നും കൂടി ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇതുവരെ കണ്ട നാടകങ്ങളിലെ ഏത് നാടകമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കൃതികയ്ക്ക്? എനിക്ക് മനസ്സിൽ നിൽക്കുന്നത് ഒരു നാടകമാണ് ഡു യു നോ ദ സോങ്. അത് ബ്ലാക്ക് ബോക്സിലായിരുന്നു, കഴിഞ്ഞ കൊല്ലം നടത്തിയതാണ്. മല്ലിക തനേജ ആയിരുന്നു അതിൻ്റെ ഡയറക്ഷൻ ആൻഡ് എവറിഥിങ്. അത് കാസ്റ്റും അവർ തന്നെയായിരുന്നു. സോ ലൈക്ക് ടീം ഭയങ്കര കുറവാണ്, ബട്ട് ഇറ്റ് വാസ് വെരി ഗുഡ്. ലൈക്ക് നമ്മളെ ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്തിട്ടുണ്ട്, നമ്മളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഭയങ്കര ക്ലോസ് ആണ് ബ്ലാക്ക് ബോക്സ്. പിന്നെ നമുക്കറിയാലോ ഭയങ്കര ഇൻറ്റിമേറ്റ് തിയേറ്ററാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതൊക്കെ പ്ലേ കാണാനാണ് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത്? ഞാൻ അങ്ങനെ അധികം വായിച്ചിട്ടില്ല, ബട്ട് നാളത്തെ പുവലിസ കാണണം എന്നുണ്ട്. അതെ, പിന്നെ ഒരു ശ്രീലങ്ക TCS ശ്രീലങ്ക അത് കാണണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ പക്ഷെ ഞാൻ വായിച്ചിട്ടില്ല. നമ്മുടെ ഫുഡ് കോർട്ടിലൊക്കെ പോയിട്ട് ഫുഡ് അടിച്ചോ? എന്തെങ്കിലും ഇഷ്ടമുള്ള ഫേവറേറ്റ് ഡിഷ് ഉണ്ടോ അവിടെ നിന്ന്? ഈ പ്രാവശ്യം ഇതുവരെ കഴിച്ചിട്ടില്ല, കഴിക്കണം. അപ്പോൾ അത് പോയി കഴിക്കൂ, എന്നിട്ട് ഞങ്ങൾക്കൊരു ഫുഡ് റിവ്യൂ തരൂ. യെസ്, ഷുവർ ഷുവർ. ഒരു ഹാപ്പി ഇറ്റ്ഫോക്ക് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. താങ്ക് യു ഫോർ യുവർ ടൈം. നമുക്ക് ഇവിടെ നിന്നൊരു സെലിബ്രിറ്റി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന പവിത്രം സീരിയലിൻ്റെ നായകനായിട്ടുള്ള വിക്രമാണ് നമുക്കൊപ്പം ഉള്ളത്. സോ ഇപ്പോൾ സീരിയലിലാണെങ്കിലും ഇറ്റ്ഫോക്കുമായിട്ട് ആൾക്ക് മുന്നേ ഒരു ബന്ധമുണ്ട്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. മുന്നേ ഒരു ബന്ധം എന്നുള്ളതല്ല, നാടകം തന്നെയാണ് ബേസ്. പഠിച്ചതൊക്കെ നാടകം തന്നെയാണ്. അവർ 2013 തൊട്ടുള്ള എല്ലാ ഇറ്റ്ഫോക്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ സ്റ്റേജിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ തന്നെ ഉണ്ട്. ഈ പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. നല്ല ഷെഡ്യൂള് കാര്യമാണ്. അപ്പോൾ പക്ഷേ പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. അപ്പോൾ കുറച്ച് നാടകങ്ങളൊക്കെ കാണണം. ഇതുവരെ കണ്ട നാടകങ്ങളിൽ ഏറ്റവും ഇഷ്ടമായത് ഏതാണ്? അങ്ങനെ ഒരു നാടകം എന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ ഈ വർഷത്തെ നാടകമായിരിക്കില്ല. അത് മുമ്പ് കണ്ട നാടകങ്ങളാണ്. അല്ല, അത് പറയണ്ട. അപ്പോൾ കുറേ നാടകങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ സ്റ്റേജിൽ തന്നെ നടന്ന പ്യൂഹോ റോഹോ എന്ന് പറഞ്ഞിട്ടുള്ള നാടകം ഭയങ്കര നല്ല പ്ലേ ആയിരുന്നു. ചിലി, പിന്നെ അത് നല്ല പ്ലേ ആയിരുന്നു. ഇപ്പോൾ അടുത്ത് കണ്ടതിൽ ഇഷ്ടപ്പെട്ടൊരു പ്ലേ. നിങ്ങളും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കും കഴിഞ്ഞ വർഷം. അതാണ് ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നൊരു പ്ലേ. ഈ വർഷം ഞാൻ കണ്ടിട്ടില്ല പ്ലേ. ഇന്നലെ ഇന്ന് ബ്ലാക്ക് ബോക്സിൽ നടന്ന പ്ലേ നല്ല പ്ലേ എന്ന് പറയുന്നത്, അത് കാണണം. പിന്നെ റീജിയണൽ പ്ലേ മണിപ്പൂർ. സോ ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? സീരിയൽ, സിനിമ, ഇങ്ങനെ എന്താണ് പ്ലാൻ? എന്തായാലും ഒരു 2-3 വർഷം ഇങ്ങനെ പോകും. പിന്നെ അടുത്ത പ്ലാനുകൾ പാരലൽ നടക്കുന്നുണ്ട്. ഞാൻ നാടകം ഓൾറെഡി ചെയ്യുന്നത് തന്നെയാണ്. ഇപ്പോൾ മത്സരത്തിന് യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്കൊക്കെ നാടകം ചെയ്യാറുണ്ട്. ഈ നാടകം എപ്പോഴും നമ്മൾ ചെയ്യും. ഇപ്പോഴും പുതിയ നാടകത്തിൻ്റെ പ്ലാനിലാണ്. ഞങ്ങൾ പുതിയൊരു നാടകം ചെയ്യാനുള്ള പ്ലാൻ. അതൊക്കെ ഞാൻ നടക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും അടിപൊളി ഓപ്പർച്യൂണിറ്റീസും ക്യാരക്ടേഴ്സും ഒക്കെ നിങ്ങൾക്ക് വരട്ടെ. താങ്ക് യു. നമുക്കിപ്പോൾ ഒരാളുണ്ട്. നമുക്ക് ആളുടെ ഇറ്റ്ഫോക്ക് വിശേഷങ്ങൾ ചോദിക്കാം. പേരെന്താണ്? ഓക്കെ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇറ്റ്ഫോക്ക്? ഞാൻ 2008 തുടക്കം മുതൽ ഇറ്റ്ഫോക്ക് കാണാൻ ഉണ്ടാവുകയും ഏകദേശം ഒരു 9 ഇറ്റ്ഫോക്കിൽ പെർഫോം ചെയ്ത പ്ലേകൾ ചെയ്തിട്ടുള്ള ആളാണ്. വളരെ മോശമുള്ള ഒരു ഇറ്റ്ഫോക്കാണ് ഈ വർഷം കാണാൻ സാധിച്ചത്. ഒരു സംശയമില്ലാത്തത് ഭയങ്കര മോശമായിട്ടൊരു ഇറ്റ്ഫോക്കാണ്. അതായത് പ്ലേകളുടെ സെലക്ഷൻ മോശം, പ്ലേകളില്ല. ഞാൻ തൃശ്ശൂർക്കാരനാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്താണെന്നാണ് വരുന്നത്. ഞാൻ അവിടെ വന്ന് താമസിച്ച് പ്ലേ കാണാൻ നിൽക്കുമ്പോൾ ഇന്ന് എനിക്ക് പ്ലേ തന്നെ ഇല്ല. രാവിലത്തെ ഒരു സെഷൻ കഴിഞ്ഞ പ്ലേ ഇല്ല കാണാൻ. അങ്ങനെ എന്തൊക്കെയോ പിന്നെ ഇപ്പോൾ വളരെ തിരക്കുള്ളൊരു ഫെസ്റ്റിവലാണ് ഇറ്റ്ഫോക്ക് പൊതുവെ. ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ. ഞാൻ ഇപ്പോൾ അടുത്ത് പൂച്ചം ഫെസ്റ്റിവലൊക്കെ പോയതാണ്. അപ്പോൾ അത്തരം ഫെസ്റ്റിവൽ, പൂച്ചം ഫെസ്റ്റിവലും പുറത്തെ ഫെസ്റ്റിവൽ കാണുന്ന സമയത്ത് അതിനോട് കിടപിടിക്കാവുന്ന വേറെ രീതിയിലുള്ള ഫെസ്റ്റിവലായിരുന്നു ഇറ്റ്ഫോക്ക്. ആ ഇറ്റ്ഫോക്കിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വിജനമായ രീതികൾ, ആളുകൾ വരുന്നില്ല. പ്ലേകളുടെ ക്വാളിറ്റിയാണ് പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമല്ല. എൻ്റെ ഇപ്പോൾ അതാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടിട്ടുള്ളൊരു പ്ലേ പോലെ നീലമാൻ സിംഗിൻ്റെ ഒരു പഴയൊരു മാസ്റ്റർ തന്നെയാണ്. ഒരു ഗംഭീര പ്ലേകൾ ചെയ്തിട്ടുള്ള മാസ്റ്റർ. ആ മാസ്റ്ററിൻ്റെ പ്ലേ മാത്രം ഇവിടെ ആകൂടി കണ്ടത്. ഇപ്പോൾ അങ്ങനെ എടുത്ത് പറയാവുന്നത് മലയാളത്തിൽ ഇനിയിപ്പോൾ പ്ലേ എന്നാണ് മലയാളം പ്ലേ വരുന്നത്. മലയാള പ്ലേകളുടെ എണ്ണം കുറവാണ്. എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു, മനസ്സിലാവില്ല. ഭയങ്കര ഒരു നാടക പ്രവർത്തനം എന്നുള്ള രീതിയിൽ വല്ലാത്തൊരു വിഷമം തോന്നിയൊരു ഫെസ്റ്റിവലാണ്. ഇപ്പോൾ 3-ാം ദിവസത്തിൽ കാണുന്നത്. ഇതിപ്പോൾ ഒരു വിജനമായിട്ടുള്ളൊരു വേദി കാണുന്ന സ്ഥലങ്ങൾ. അത് ആളുകൾ വരാത്തത് നാടകത്തോട് ഇഷ്ടമില്ലാണ്ടല്ല, നാടകങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും?
ആസ് എൻ ഓഡിയൻ അല്ലെങ്കിൽ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയും? അതായത് ഇത് ഗവൺമെൻറ് നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ്, ഗവൺമെൻറ് ബോഡിയാണ് അത് നടത്തുന്നത്. അപ്പോൾ അവർക്കാണ് ഇതിൻ്റെ ഫണ്ടും പരിപാടിയൊക്കെ അവരുടെ കയ്യിലാണ്, ക്യൂറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. അപ്പോൾ പ്രേക്ഷകൻ എന്നുള്ള രീതിയിലാണെങ്കിൽ ഞാനൊരു നാടകപ്രവർത്തനത്തിൽ നമുക്ക് സപ്പോർട്ട് എന്ന് പറയാനേ പറ്റുള്ളൂ. അത് നല്ല രീതിയിൽ റിസീവ് ചെയ്തിട്ട് അടുത്ത വർഷം പരിഹരിക്കുക വേണ്ടത്. മറിച്ച് ഇവിടെ തന്നെ പലവട്ടം തോന്നി ഇപ്പോൾ ഈ സ്റ്റാളുകൾ കുറച്ച് എടുക്കും, വെറും ഫ്രീ ആണ്. നാടകപ്രവർത്തകർക്ക് പോലും ഒരു സ്റ്റാൾ കൊടുക്കാൻ പോലും തയ്യാറായില്ല. ഒരു സ്റ്റാള് നാടകപ്രവർത്തകർക്ക് അവരെ പുസ്തകം വയ്ക്കാൻ ഒന്നിനും തയ്യാറായില്ല. അതെന്താണ് അതിൻ്റെ വിരോധം മനസ്സിലാവുന്നില്ല. ഇതൊരു ഗവൺമെൻറ് സംവിധാനത്തിലുള്ള നമ്മളൊരു ഭയങ്കര ജനാധിപത്യമായ ഗവൺമെൻറ് സംവിധാനത്തിൽ ഒരു നാടകപ്രവർത്തകർക്ക് ഒരു സ്റ്റാൾ കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടം തോന്നുന്നൊരു പരിപാടിയാണ് ഫീൽ ചെയ്യുന്നത്. അതെങ്ങനെ അങ്ങനെ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നാടകപ്രവർത്തകരോട് കൈകോർത്തിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. മറ്റത് പ്ലേകളെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്യൂറേറ്റർ സെലക്ട് ചെയ്യുക, ഇതിലൊരു വിവേചനം വയ്ക്കുന്നുണ്ടെന്നുള്ള മനസ്സിലാവുന്നു ഇപ്പോൾ പലരോടും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എൻ്റെ തോന്നലാണ്. ഞാനൊരു കക്ഷി രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ നാടകക്കാരനാണ്, കക്ഷി രാഷ്ട്രീയക്കാരുടെ കൂടെ പോവുകയോ ഒന്നിനും നിൽക്കുന്ന ആളല്ല. പക്ഷേ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആളുകൾക്ക് ഗുണപരമായിട്ടുള്ള, പ്രേക്ഷകർക്കും നാടകക്കാർക്കും ഗുണപരമായിട്ടുള്ള ഫെസ്റ്റിവലിനാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. ആര് ഭരണം, ഏത് ഭരണ സംവിധാനം ഉണ്ടെങ്കിലും അതെനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി അതുപോലെ തന്നെ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു ഇൻഫോക്ക് അടുത്ത വർഷം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ശുഭാപ്തി വിശ്വാസമല്ല, നല്ല ഇൻഫോക്ക് ഉണ്ടാവുമെന്ന് നമ്മൾ ആഗ്രഹിക്കാം. നല്ല ഇൻഫോക്ക് വരട്ടെ. നല്ല മിടുക്കായിട്ടുള്ള ക്യൂറേറ്റേഴ്സിനും വെച്ച് മിടുക്കായിട്ടുള്ള നല്ല ഇൻഫോക്കുകൾ, നല്ല വൃത്തിയുള്ള പ്ലേകളും കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതിൽ ഈ പറഞ്ഞ പോലെ ഞാൻ പറയില്ലേ, ആളുകൾ തമ്മിൽ വിവേചനം കുറയ്ക്കുക, പിന്നെ ഈ അതിൻ്റെ ഇടയിൽ രാഷ്ട്രീയം കലർത്താതിരിക്കുക, പ്ലേ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പ്ലേ ആളുകളെ നന്നായി കാണിപ്പിക്കുക, നല്ല വൃത്തിയുള്ള പ്ലേകൾ കാണിപ്പിക്കുക. ഉഷാറാവട്ടെ. ഞാനും ആ കാര്യത്തിൽ ഫുൾ ഐക്യം പ്രഖ്യാപിക്കുന്നു. അതിനൊരു രാഷ്ട്രീയം നോക്കുന്നില്ല, അതിൽ നാടകങ്ങളാണ് ഉണ്ടാവേണ്ടത്. സന്തോഷം. താങ്ക് യു. എന്താ പേര്? ഐശ്വര്യ. എന്താ ചെയ്യുന്നേ? CA ചെയ്യാണ്. ഇറ്റ്ഫോക്കിന്റെ ഒരു ആംബിയൻസും അറ്റ്മോസ്ഫിയറും ഒക്കെ എങ്ങനെയാ? ഇതിപ്പോ ഫസ്റ്റ് ടൈം ആണോ അതോ മുന്നേ വന്നിട്ടുണ്ടോ? ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് വരാറുണ്ട്. എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം പ്ലേ ഒക്കെ കാണാനും ഈ ഒരു ആംബിയൻസ് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടാണ് വന്നത്. എല്ലാ വർഷവും നമ്മളൊരു ലുക്ക് ഫോർവേഡ് ചെയ്യണ ഒരു ഇവന്റ് ആണ് ഇറ്റ്ഫോക്ക്. അപ്പോൾ എക്സൈറ്റഡ് ആണ്. ഇതുവരെ കണ്ട പ്ലേയിൽ ഏത് പ്ലേ ആണ് കൂടുതൽ ഇഷ്ടമായത്? ഞാൻ കൂടുതൽ കണ്ടിട്ടില്ല, ഇന്നിപ്പോൾ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നൊരു പ്ലേ കണ്ടു, അത് നല്ലതായിരുന്നു. ഏത് പ്ലേ ആയിരുന്നു? ഹയവദനായിരുന്നു, നല്ല പ്ലേ ആയിരുന്നു. അപ്പോ ഇനി വരുന്ന ദിവസങ്ങളിൽ ഏതൊക്കെ പ്ലേ കാണണം എന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? മാക്സിമം എല്ലാ പ്ലേസും കാണണം എന്നാണ്. പിന്നെ ടിക്കറ്റ്സിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നേരത്തെ തന്നെ വന്ന് ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് എല്ലാം കാണണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇറ്റ്ഫോക്കിന് ടിക്കറ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്, അതുപോലെ ഓഫ്ലൈനിലും അവൈലബിൾ ആണ്. ഒരാൾക്ക് 2 ടിക്കറ്റ് വെച്ചിട്ടാണ് എടുക്കാൻ പറ്റുക. രാവിലെ 9 മണിക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദിവസത്തുള്ള എല്ലാ ടിക്കറ്റും എടുക്കാം. അല്ലെങ്കിൽ ഒരു പ്ലേ തുടങ്ങുന്നതിൻ്റെ ½ an hour മുന്നേ ടിക്കറ്റ്സ് കൗണ്ടറിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ എല്ലാവരും ഇറ്റ്ഫോക്കിന് വരാം, എൻജോയ് ചെയ്യുക. താങ്ക് യു. ഹലോ, ഒന്ന് പേര് പറഞ്ഞ ഒന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ. എൻ്റെ പേര് ഷെഫി കൊട്ടാരത്തിൽ. ഞാനൊരു റൈറ്ററാണ്. 2 പുസ്തകം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. മുമ്പ് നാടകത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരു 2016 15-16 ആ ടൈമിലാണ് ഞാനിവിടെ വരാൻ തുടങ്ങിയത്. ഇവിടെ നാടകം ആസ്വദിക്കുന്നു, വ്യത്യസ്തമായ നാടകങ്ങൾ ആസ്വദിക്കാറുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാടകങ്ങൾ, അതുപോലെ ആൾക്കാർ, ആ ഒരു സൗഹൃദം വലിയൊരു സൗഹൃദമാണ്. ഒരു പക്ഷേ കേരളം എന്നല്ല, പുറത്തുനിന്ന് വരെ ആൾക്കാർ ഇത് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്താറുണ്ട്. അപ്പോൾ അവരുടെ ഒരു സൗഹൃദം ശരിക്കും പറഞ്ഞൊരു എന്താ പറയുക, ഒരു ലിവ് ടുഗദർ സ്പേസ് ആയിട്ട് ഇത് മാറുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഇതാണ്. ഈ ഒരു സറൗണ്ടിങ്സ് അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ എത്രത്തോളം ഇൻക്ലൂസീവ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇത് വെൽക്കമിങ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണോ? അങ്ങനെ നമ്മളൊരു ഡിഫറെന്റ്ലി ഏബിൾഡ് ആണെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സ്പേസ് എത്രത്തോളം അതിന് വെൽക്കമിങ് ആണ്, സപ്പോർട്ടിങ് ആണ്? അവരുടെ ഇൻട്രസ്റ്റഡ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സ്പേസിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ രീതിയിൽ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ അതെ. പിന്നെ നമുക്ക് ഇവിടുത്തെ സംബന്ധിച്ചിട്ട് ഇവിടെ അങ്ങനെ എന്നെക്കാളും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരാറുണ്ട്, നാടകം ആസ്വദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു
ഇല്ല, ഇതിപ്പോ മൊത്തത്തിൽ എല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് ഇൻഫോക്കില്, കാരണം ഇപ്പൊ ഡിസേബിൾഡിനായിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. ഇപ്പൊ ഡിസേബിൾഡിന് വീൽ ചെയർ ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അടുത്താണ് അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ കാര്യം. അതെ. പക്ഷെ ഇവിടെ ഞാൻ 2016 തൊട്ട് വരുമ്പോഴും നമുക്ക് അങ്ങനെ ഒരു ഡിഫറെന്റ്ലി നമുക്ക് തോന്നിയിട്ടില്ല. ആ ഒരു ടൈം തൊട്ട് ഇത് ഇവിടെ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ് അല്ലേ? അവൈലബിൾ ആണ്. 2016 തൊട്ടിട്ട് എല്ലാ ഇറ്റ്ഫോക്കിലും ഞാൻ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ന് തൊട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ എന്ന് പറഞ്ഞാൽ വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. വീൽ ചെയറിലല്ല സ്റ്റിക്ക് ഉപയോഗിച്ച് നടന്ന ആൾക്കാർ വരുന്നുണ്ട്. അതെ. അങ്ങനെ പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പൊ താങ്ക് യു, അടിച്ചു പൊളിക്കേ. എന്താ പേര്? പ്രാടി. വെറൈറ്റി പേരാണ്. എങ്ങനെയുണ്ട് ഇറ്റ്ഫോക്ക് ഈ വർഷം? ഈ വർഷം പൊതുവെ ആളുകൾ കുറവാന്ന് തോന്നുന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ ആളുകൾ കൂടി വരുന്നു വിചാരിക്കുന്നു. കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. മറ്റേ കഴിഞ്ഞ പ്രാവശ്യത്തേനൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോ ഇറ്റ്ഫോക്ക് കുറെ വർഷങ്ങളായി വരുന്ന ഒരാളാണ്. അപ്പോ ഇറ്റ്ഫോക്കില് മുന്നുണ്ടായ എന്തെങ്കിലും നല്ലൊരു മെമ്മറി ഞങ്ങളായിട്ട് ഷെയർ ചെയ്യോ? മുമ്പുണ്ടായ മെമ്മറികളെല്ലാം നല്ല നാടകങ്ങൾ കാണാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള മെമ്മറി തന്നെയാണ് ഉള്ളത്. എന്താണ് പേര്? അജിത കല്യാണി, നാടക ആർട്ടിസ്റ്റാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഇറ്റ്ഫോക്ക്? ഇത്തവണത്തെ ഇറ്റ്ഫോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പം മലയാള നാടകങ്ങൾ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിവും. നമ്മുടെ ഇവിടെ വന്നപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ ഈ നാടകങ്ങൾ ഇവിടെ വെച്ച് തന്നെ വളരെ മോശമാണ് അങ്ങനെ തോന്നുന്നു. പിന്നെ മുരളി സാറ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സംവിധാനം ഒരിക്കലും ഇങ്ങനൊരു രീതിയിലാവരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം ഈ നാടകക്കാർ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടത് തനതായ നാടകങ്ങൾ, നമ്മുടെ മലയാള നാടകങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഫെസ്റ്റിവലാണ്. ഇവിടെ ഇപ്രാവശ്യം എന്ന് പറയുന്നത് 3 നാടകമാണ് ഇവിടെ. 3 നാടകമല്ലേ, 2 നാടകം. ഒന്ന് മ്യൂസിക് ഡാൻസായിട്ടാണ് അത് നാടകത്തിൻ്റെ ഒരു ഇതിൽ കൊണ്ടുവന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഉത്സവമാണ്. ഇറ്റ്ഫോക്ക് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാടകക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഈ ഇറ്റ്ഫോക്കിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് കുറേ കുട്ടികൾ പഠിക്കാനുള്ളവരുണ്ടാവും, ഏതൊക്കെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ടാവും, അതുമാതിരി തന്നെ സ്കൂൾ ഓഫ് ഡ്രാമ കുട്ടികൾ, അവർക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഠിക്കണം. ഈ അകലേന്ന് വരുന്ന നാടകങ്ങൾ, അതായത് പുറത്തുനിന്ന് വരുന്ന നാടകങ്ങൾ അവർക്ക് കൂടുതൽ അതിൻ്റെ സംവിധായകർ എങ്ങനെയാണ് സംവിധാനം ചെയ്യുന്നതും അതെങ്ങനെ വർക്ക് ചെയ്തിരിക്കുന്നു, അതിലെ ആക്ടേഴ്സ് എങ്ങനെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിന് ഒരു ഫലം കാണുന്നില്ല. കുട്ടികൾക്ക് അത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമല്ല ഇപ്പോൾ ഈ ഒരു പോക്കിൽ കാണുന്നത്. പിന്നെ വെച്ചാൽ ഇതിക്ക് മുന്നേ ഇപ്പോൾ ഒരു 6 നാടകം നമുക്ക് ഇവിടെ കളിച്ചു. അത് ഇപ്പം എന്താ പറയുക, ഇറ്റ്ഫോക്ക് നടത്തുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ തുടങ്ങി വെച്ചതാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നാടകക്കാരില്ലേ, ഇഷ്ടംപോലെ നാടകക്കാരുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ആ നാടകക്കാരെ വെച്ചിട്ട് അവരുടെ ഒരു നാടകം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരുന്നതിൽ ആർക്കാണ് ബുദ്ധിമുട്ടുള്ളത്? അപ്പം അങ്ങനെയുള്ള ഒരു സംവിധാനം ഇന്ന് വരെ ഇപ്പോൾ ഈ ഒരു 3 വർഷമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിക്ക് മുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞൊരു ഉത്സവം തന്നെയായിരുന്നു. ഇപ്പോൾ ആളുകളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മ്യൂസിക് പരിപാടികളുമായിട്ടും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ്. ഇപ്പോൾ നാടകോത്സവം, അതായത് ഇറ്റ്ഫോക്ക് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ നാടകങ്ങൾ വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പുറത്തുനിന്നുള്ള നാടകങ്ങളും ഇവിടുത്തെ നാടകങ്ങളാണ്. അപ്പോൾ കാണാൻ പറ്റാവുന്ന തരത്തിലുള്ള നാടകങ്ങൾ അത് കാണാനും, അതുപോലെ തന്നെ ഈ ഇടയ്ക്കുള്ള മ്യൂസിക് പ്രോഗ്രാംസൊക്കെ അതൊരു എൻജോയ്മെൻ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പറമ്പിൽ ഈ ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ആളുകളും നിന്നിട്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം, അവരുടെ കൊട്ടും പാട്ടും, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ്. പക്ഷേ ഇപ്പം അത് പറ്റാതായിരിക്കുന്നു. കാരണം പോലീസിൻ്റെ അകമ്പടിയും കൂടി ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം കൊണ്ട് പലർക്കും ഇപ്പോൾ നാടകം കാണണോ വേണ്ടേ എന്നുള്ളൊരു ഡൗട്ടിലേക്ക് എത്തി. അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റ നാടകം കണ്ടിട്ടില്ല. അപ്പോൾ അപ്പോഴൊക്കെ അതിൻ്റെ നിലവാരം വളരെ കുറഞ്ഞു. നാടകങ്ങളുടെ നിലവാരങ്ങൾ കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ജനങ്ങൾക്ക് അതിനൊരു മടുപ്പ് വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ആ മടുപ്പ് ഇല്ലാണ്ടാക്കേണ്ട സംഗീത നാടക അക്കാദമിയുടെ ആവശ്യമാണ്. താങ്ക് യു സോ മച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞത്. വി ഹോപ്പ് അടുത്ത ഇറ്റ്ഫോക്കിന് ഈ സെറ്റ് ബാക്സ് ഒക്കെ ഓവർകം ചെയ്ത് അക്കാഡമി ഒരു അടിപൊളി ഇറ്റ്ഫോക്ക് നമുക്ക് തരും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. ഹലോ റേഡിയോ 90.8 എല്ലാവർക്കും സ്വാഗതം. 15ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കേരള സംഗീത നാടക അക്കാദമിയിലാണ്. ഇവിടുത്തെ ഇറ്റ്ഫോക്ക് വിശേഷങ്ങളെല്ലാം നമുക്ക് ആളുകളോട് ചോദിച്ചറിഞ്ഞാലോ. എങ്ങനെയുണ്ട്? നാടകങ്ങളൊക്കെ കണ്ടോ? നാടകങ്ങൾ ഇന്നത്തെ ഏതൊക്കെയാ കണ്ടത്? ആദ്യത്തെ ഭൂതങ്ങൾ, സർക്കിൾ റിലേഷൻ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഭൂതങ്ങൾ ശരിക്കും മനസ്സിലായി. ഒരു ഇതൊക്കെ സർക്കിൾ റിലേഷൻസ് അത്രയ്ക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് അതായില്ല. എന്താണെന്ന് വെച്ചാൽ എന്നാലും കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ടാണ് തോന്നിയത്. അവരുടെ മുഴുവനൊന്നും നമുക്ക് അപ്പടിയും എടുക്കാൻ പറ്റില്ല. എന്നാലും അതിൻ്റെ ഇതും എന്താ പറയുക, മുകളിൽ എഴുതിയായിരുന്നു ഒരു ഇതുണ്ടായിരുന്നു. അല്ലല്ല, അവരുടെ ഡിസ്പ്ലേ, ഓവർ ഹെഡ് ഡിസ്പ്ലേ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ക്യാച്ച് ചെയ്യാൻ പറ്റി. എന്നാലും തിരക്കിടില്ലായിരുന്നു. തീ കുഴപ്പമില്ലായിരുന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മനുഷ്യരുടെ ഇടയ്ക്കുള്ള നാടകത്തിന് ശനിയുടെ അപഹാരം, ചെറിയതൊക്കെ ചിലപ്പോൾ എന്താ ബാസ്കറ്റ് ബോൾ കളിക്കണ പോലെ തോന്നി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് വല്ലാതെ തോന്നി. എന്താണെന്ന് വെച്ചാൽ ഒരു സെലസ്റ്റിയൽ ഇതായിട്ടാണല്ലോ അവർ പറയണത്. അവിടെ ഇത് പറയുമ്പോൾ നമുക്ക് വല്ലാതെ തോന്നും. അങ്ങനെയൊക്കെ ചെറുതായിട്ട് തോന്നിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇറ്റ്ഫോക്ക് കാണാൻ വരാറുണ്ടോ? മുൻ വർഷങ്ങളിലൊക്കെ വരാറുണ്ട്, എല്ലാ വർഷവും വരാറുണ്ട്. ഇപ്രാവശ്യത്തെ ഇന്നാണ് വന്നത്. കഴിഞ്ഞ 2 ദിവസം വരാൻ പറ്റില്ല. എങ്ങനെയുണ്ട് കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്ഫോക്ക്? ഇത്തവണ ഒരു ലേശം ഒരു ഡള്ള് പോലെ തോന്നുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലമൊക്കെ വളരെ കളർഫുള്ളായിരുന്നു. ധാരാളം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചുകൂടിയൊക്കെ ഇതായിരുന്നു. ഇത്തവണ ഇപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം വരാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഇന്നിപ്പം അങ്ങനെ തോന്നി ഒറ്റ നോട്ടത്തിൽ. നാളെ മറ്റന്നാളും കൂടെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പം മുഴുവൻ പറയാം. ഓക്കെ, നിങ്ങൾ ഒരുമിച്ചാണോ നാടകങ്ങൾ കാണാനൊക്കെ എപ്പോഴും വരാറ്? അതെ, ഞങ്ങൾ ഒരുമിച്ചാണ് വരാറ്. സിനിമയും കാണും. ഓക്കെ, അങ്ങനെ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവസരം, അപ്പോൾ കൂടുതൽ ആസ്വദിക്കുക. നിങ്ങളൊക്കെ ഞങ്ങളുടെ പ്രായമാകുമ്പോൾ നിങ്ങളും ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതല്ല, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഏജ് ഈസ് ഡിഫറെൻറ്റ്, ദ വ്യൂസ് ആർ ഡിഫറെൻറ്റ്, ദെൻ വി ആർ അറ്റൈനിങ് ദ മെച്യൂരിറ്റി, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് കലയെ ആസ്വദിക്കുക, ജീവിതം ആസ്വദിക്കുക. കല ആസ്വദിക്കുക മീൻസ് ജീവിതം ആസ്വദിക്കുക. പണ്ട് തൊട്ടേ ഇങ്ങനെ നാടകങ്ങളും സിനിമയൊക്കെ കാണാറുണ്ടോ? 12ാമത്തെ വയസ്സിൽ കാക്കപ്പൊന്നെന്ന് പറഞ്ഞൊരു നാടകം, ഇന്ത്യ ചൈന വാർ. അപ്പോൾ അതുകൊണ്ട് ആ നാടകം അന്ന് നടക്കാതെ പോയി. കാരണം ബ്ലാക്ക് ഔട്ട് കാരണം വെളിച്ചം കാണിക്കാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സിൽ നാടകം കാണാത്തത് കൊണ്ട് കരഞ്ഞതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ നാടകം, സിനിമ എന്ന് വേണ്ട, കഥകളി, ഉത്സവങ്ങൾ, അതൊക്കെ ഞാനൊരു ചോറ്റാനിക്കരക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചോറ്റാനിക്കരയുടെ ഒരു പ്രത്യേകതയാണ് ഈ ക്ഷേത്രകലകൾ, നാടകം, ഇതൊക്കെ അവിടെ പഥ്യമാണ്. അതുകൊണ്ട് ഒരു ചോറ്റാനിക്കരക്കാരനായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതിനോടൊക്കെ ഒരു ആഭിമുഖ്യം തോന്നും. അപ്പോൾ ഒരു തൃക്കാരിയൂർ പാർട്ടിയുടെ കൂടെ കൂടി ഇപ്പോൾ രണ്ടുപേരും കൂടി, തൃക്കാരിയൂരിനും അങ്ങനെ ഒരു വ്യത്യാസമാണ്. തൃക്കാരിയൂർ പരശുരാമൻ പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രമുള്ള സ്ഥലം എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അവിടെയും കഥകളിയും കൂടിയാട്ടം, കൂട്ടും എല്ലാം ക്ഷേത്രകല. ഇത് രണ്ടും കൂടി ചേർന്നാൽ പിന്നെ ഇങ്ങനെ തൃശ്ശൂരേക്ക് എത്തുക, തിരുവനന്തപുരത്തെ ഫിലിം ഫെസ്റ്റിവലിന് പോവുക, കാഴ്ചകൾ കാണുക. അപ്പോൾ ഞങ്ങൾ മകൻ സ്വിറ്റ്സർലൻഡിലായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ 10 രാജ്യങ്ങളിൽ പോകാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇറ്റലി, ജർമ്മനി, ഫ്രാൻസ്, ബെൽജിയം, നെതർലൻഡ്സ്. ഇങ്ങനെ ജീവിതം ഇനി അങ്ങോട്ട്. സന്തോഷം. നിങ്ങളിപ്പോ തൃശ്ശൂര് ഇതിനു വേണ്ടി വന്നു? 3 ദിവസത്തേക്ക്. ഓക്കെ, നമുക്കപ്പോ വീണ്ടും കാണാം. അതെ. ചേട്ടന്റെ പേരെന്താ? പ്രസാദ്. ഇറ്റ്ഫോക്കിലൊക്കെ സ്ഥിരം വരുന്ന ആളാണോ? അതെ, ഞാൻ ഇറ്റ്ഫോക്കിന്റെ തുടക്കം മുതൽ വരാറുണ്ട്. ഒരു എളിയ നാടക പ്രവർത്തകനാണ്, ആസ്വാദകനാണ്. ഇപ്രാവശ്യം ഏതെങ്കിലും നാടകം കണ്ടിരുന്നോ? ഇപ്രാവശ്യം കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹയവദനയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ തിയേറ്റർ സ്കെച്ചും എല്ലാം ഗംഭീരമായിരുന്നു. ഇപ്പോ ഏത് നാടകം കാണാനാണ് ഇനി വെയിറ്റ് ചെയ്യണേ? വൈറ്റം എന്ന നാടകം കാണാനാണ്. ഇന്നലെ പത്രങ്ങളിലൊക്കെ നല്ല അഭിപ്രായം കണ്ടു, അതുകൊണ്ടാണ് വന്നത്.
പൊതുവേ ഇറ്റ്ഫോക്കിന്റെ ഒരു ആംബിയൻസിനെ പറ്റിയിട്ടൊക്കെ എന്താ പറയാനുള്ളത്? പൊതുവെ നല്ലൊരു ആംബിയൻസ് ആണ്. വിവിധ സ്ഥലങ്ങളിലുള്ള നാടക പ്രവർത്തകർക്ക് തമ്മിൽ കാണാനും പുതിയ നാടകം കാണാനും നാടകാനുഭവങ്ങൾ പങ്കുവെക്കാനൊക്കെ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ആണ്. വളരെ നല്ല അനുഭവമാണ്.